ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ പ്രധാന വാർത്തയുടെ ശീർഷകം വരും സംവരണം എന്നാണ്. വനിതാ സംവരണ നിയമത്തെക്കുറിച്ചുള്ളതാണ് ഈ വാർത്ത. അതിന് തൊട്ടുതാഴെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ചരിത്രമാവാൻ വനിതാ സംവരണ ഭേദഗതി ബിൽ എന്ന് പറയുന്നു. ഇത് കേട്ടാൽ എന്താണ് തോന്നുക? നമ്മുടെ മോദി സർക്കാർ നാരീശക്തിയിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്ന ഒരു സർക്കാരാണ്. അവരെ വളരെ സൗമനസ്യത്തോടുകൂടി ഇന്ത്യയിലെ നിയമസഭകളിലും പാർലമെന്റിന്റെ ഇരുസഭകളിലും വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്താൻ പോകുന്നു എന്നാണ്. എന്നാൽ ഇതിന് താഴെ വീണ്ടും ഒരു ഉപശീർഷകമുണ്ട്, അല്പം ചെറിയ അക്ഷരത്തിലാണ്. അതിൽ പറയുന്നത് മണ്ഡല പുനർനിർണയ കമ്മീഷൻ രൂപവൽക്കരിക്കും. അത് പ്രധാന ശീർഷകത്തിന്റെ താഴെ മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഉപശീർഷകമാണ്. അവിടെയാണ് സംഗതി കിടക്കുന്നത്. അതായത് നമ്മുടെ ലോക്സഭയിൽ 543 സീറ്റുകളാണുള്ളത്. അത് 850 വർദ്ധിപ്പിച്ചുകൊണ്ട്, അതായത് ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 850 ആക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് അതിൽ 33% വനിതകൾക്കായിട്ട് സംവരണം ചെയ്യുന്നു. അതാണ് ഈ വനിതാ സംവരണ ഭേദഗതി നിയമം കൊണ്ട് നമ്മുടെ മോദിയും അതുപോലെ അമിത്ഷായും ഒക്കെ ഉദ്ദേശിക്കുന്നത്. ഇതിനോടൊപ്പം നമ്മുടെ പ്രധാനമന്ത്രി മോദി ഇന്ത്യയിലെ വനിതകൾക്ക് വേണ്ടി എഴുതിയ ഒരു തുറന്ന കത്ത് ഇന്ന് പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് വായിക്കേണ്ടതാണ്. അപ്പോഴാണ് ഇതിന്റെ പിന്നിലെ തന്ത്രം എന്താണ്, ഉദ്ദേശം എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുക. അതിലിങ്ങനെയാണ് പറയുന്നത്. അതായത് മുടങ്ങിക്കിടക്കുന്ന ചില പദ്ധതികൾ, ചില ആവശ്യങ്ങൾ എത്രയും വേഗം നടപ്പാക്കുക എന്ന പ്രതിജ്ഞാബദ്ധതയാണ് നമ്മുടെ മോദി സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ തീരുമാനത്തിന്റെ പിന്നിലുള്ളത്. ഈ ചരിത്ര പ്രധാനമായ ഈ ഭേദഗതി നിയമം പാസ്സാകുന്നതിന് വേണ്ടി ഇന്ത്യയിലെ വനിതകൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. വികസിത ഭാരത നിർമ്മിതിയിൽ പങ്കാളികളാകാനുള്ള ആവേശത്തോടെ ഇന്ത്യയിലെ സ്ത്രീകള്, വനിതകള് കാത്തിരിക്കുന്നു എന്നാണ്. ഇത്ര മനോഹരമായ വാചകങ്ങളാണ് അല്ലേ? അദ്ദേഹത്തിന്റെ പ്രസ്താവനകള് അദ്ദേഹം തന്നെ എഴുതുന്നതാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ, അതോ മറ്റാരെങ്കിലും എഴുതി കൊടുക്കുന്നതാണോ? ആരാണെങ്കിലും ചിലർക്ക് എഴുതി കൊടുക്കുന്ന ആളുകൾക്ക് ഒരു പത്മശ്രീയെങ്കിലും കൊടുത്ത് ബഹുമാനിക്കേണ്ടതാണ്. ഇതുപോലെ ഹൈപ്പ് ഉണ്ടാക്കാൻ വളരെ മിടുക്കരാണ് ഈ BJP സർക്കാർ എന്ന് പറയുന്നത്. എന്നിട്ട് അതിലൂടെ ക്രെഡിറ്റ് അടിച്ചെടുക്കുക. നമ്മുടെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ചയുടെയും വികാസത്തിന്റെയും ഭാഗമായിട്ട് പല പല വെർഷൻസ്, പലതരത്തിലുള്ള തീവണ്ടികൾ നമ്മൾ അവതരിപ്പിച്ചു. ഏറ്റവും അവസാനം വന്നു വന്ദേ ഭാരത. കുറച്ചുകൂടെ നല്ല വൃത്തിയുള്ള തീവണ്ടിയാണ്, യാത്ര കൂടുതൽ സുഖകരമാണ്, അതുപോലെ തന്നെ ടിക്കറ്റും കൂടുതലാണ്, നിരക്കും കൂടുതലാണ്, വർദ്ധിച്ച വേഗതയാണുള്ളത്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കാര്യമൊന്നുമില്ല കേട്ടോ. നേരത്തെ രാജധാനി വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ശതാബ്ദി വന്നിട്ടുണ്ട്, ചെറിയ റൂട്ടുകളിലെ ജനശതാബ്ദി വന്നിട്ടുണ്ട്. അന്നൊന്നും ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരോ റെയിൽവേ മന്ത്രിമാരോ രാജ്യം മുഴുവൻ ഓടി നടന്ന് അത്തരത്തിലുള്ള ഓരോ തീവണ്ടിയും ഫ്ലാഗ് ഓഫ് ചെയ്യാനൊന്നും പോയിട്ടില്ല. പക്ഷേ വന്ദേ ഭാരത് വന്നപ്പോഴ് നമ്മുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരം അടക്കമുള്ള പല പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും ചെന്ന് ഈ വന്ദേ ഭാരത് തീവണ്ടിക്ക് പച്ചക്കൊടി വീശുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. എന്നിട്ട് അവിടെ ചില സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചു. അതായത് മോദിയുടെ ഒരു കട്ടൗട്ട്, റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമില് ഒരു കട്ടൗട്ട്, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ചെന്ന് നിന്നിട്ട് മോഡിയുടെ ഈ കട്ടൗട്ടിനൊപ്പം സെൽഫി ഫോട്ടോ എടുക്കാം. ഇങ്ങനെ പലതരത്തിൽ ഹൈപ്പ് ഉണ്ടാക്കുന്നതിന് അവര് ശ്രമം നടത്താറുണ്ട്. ഇപ്പോൾ ഈ വനിതാ സംവരണ ഭേദഗതി നിയമത്തിലൂടെ ഒരു വലിയ പരിവേഷം, അതായത് ഇത് BJP സർക്കാർ കൊണ്ടുവരുന്നതാണ്. BJP സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. സ്ത്രീകളുടെ ഉത്കർഷത്തില് നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് മോദി ചെയ്യുകയാണ്. ഈ ഒരു പരിവേഷമുണ്ടാക്കി അതിന്റെ ലാഭം, പലതരത്തിലുള്ള ലാഭം കൊയ്തെടുക്കുക എന്നുള്ളതാണ് BJP സർക്കാരിന്റെ ഈ ഉദ്ദേശം. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എന്താ വിചാരിക്കുക? ഇന്ത്യയിലെ വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ടൊരു ബില്ല് കൊണ്ടുവരുന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോ. 2023 BJP സർക്കാർ തന്നെ ഇതിനു വേണ്ടിയുള്ള ബില്ല് കൊണ്ടുവന്നതാണ്, പാസ്സാക്കിയതാണ്. അന്ന് അതിന്റെ വ്യവസ്ഥകൾ വേറെയായിരുന്നു. ഇപ്പോൾ ചില ഭേദഗതികൾ കൊണ്ടുവരിക. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നാലെ ചർച്ച ചെയ്യാം. വളരെ തിടുക്കത്തിലാണ് ഈ വനിതാ സംവരണ ഭേദഗതി ബില്ല് ഇപ്പോ പാർലമെന്റിൽ കൊണ്ടുവരുന്നത്. നാളെ ഇതിന്റെ ചർച്ച ആരംഭിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പാർലമെന്റിന്റെ ഈ സമ്മേളനം അവസാനിച്ചതാണ്. അതിനുശേഷം വളരെ പെട്ടെന്ന് വീണ്ടും സഭ ചേരുകയാണ് ഈ ബില്ല് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട്. ഈ ബില്ലും അതുപോലെ തന്നെ മണ്ഡല പുനർനിർണയ കമ്മീഷന്റെ രൂപവൽക്കരണം സംബന്ധിച്ച ബില്ലുമൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി വീണ്ടും ഇത് ചേരുകയാണ്. എന്തിനായിരുന്നു ഈ തിടുക്കം എന്ന് ആലോചിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നതിന് BJP അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ എന്തും ചെയ്യും.
എന്തും. ഇപ്പൊ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ വോട്ട് ചോരിയെ കുറിച്ചൊക്കെ വളരെ 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 ചർച്ച ചെയ്തതാണ്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് നിലവിൽ വന്നതിനെ കുറിച്ച് നമ്മൾ ഈ പങ്ക്തിയിൽ തന്നെ ചർച്ചകൾ ഉണ്ടായതാണ്. അതൊന്നും ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ BJP എന്ത് ചെയ്യും? അതവരുടെ ജന്മസിദ്ധമായ ഒരു തന്ത്രമാണ്. അപ്പോൾ അവർ ജനാധിപത്യ മര്യാദകളെ കുറിച്ചോ അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തെ കുറിച്ചോ ഒന്നും ചിന്തിക്കാറില്ല, ചർച്ച ചെയ്യാറില്ല. അവർക്ക് തോന്നുന്നത് അവർ ചെയ്യും, അവരത് നേടിയെടുക്കും, അത് നടത്തിയെടുക്കും. അതാണ് BJPയുടെ ഒരു ശൈലി. അതാണ് ഈ ബില്ലുകളുടെയും കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എന്തിനാണ് തിടുക്കത്തിൽ ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിച്ചു. ആ തിടുക്കത്തിൽ എന്ന വാക്ക് വെറുതെ വന്നതല്ല, വെറുതെ ഉപയോഗിച്ചതല്ല, വളരെ ആലോചിച്ച് തന്നെ ഉപയോഗിച്ചതാണ്. ആ തിടുക്കം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ വനിതാ സംവരണ നിയമത്തിന്റെ ചരിത്രം ചെറുതായിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് നിയമം, നഗരപാലിക നിയമം എന്നീ 2 നിയമങ്ങൾ പാസാക്കി എടുത്തുകൊണ്ട് തദ്ദേശ ഭരണ രംഗത്ത് വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തി. അത് വലിയ ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ വളരെ വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് സംവരണം. അതിനെ തുടർന്നാണ് അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ സ്ത്രീകൾക്ക് ഇതുപോലെ സംവരണം വേണം, ഏർപ്പെടുത്തണം എന്ന നിർദ്ദേശം വന്നത്. കോൺഗ്രസ് അതിന് അനുകൂലമായിരുന്നു. ആദ്യം മുതലേ നിയമസഭകളിലും പാർലമെന്റിലും ഇത് വേണം എന്ന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായിരുന്നു കോൺഗ്രസ്. പാർലമെന്റിൽ BJP ഒരു പ്രധാന ശക്തിയായപ്പോൾ അവരും ഈ ബില്ലിനെ അനുകൂലിച്ചവർ തന്നെയാണ്. ഇടതുപക്ഷ കക്ഷികളും അനുകൂലിച്ചിരുന്നു. അങ്ങനെയാണ് 1996 കോൺഗ്രസ് പിന്തുണയോട് ഐക്യമുന്നണി ഭരിക്കുമ്പോൾ ദേവഗൌഡ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇത് സംബന്ധിച്ച ഒരു ബില്ല്, വനിതാ സംവരണ ബില്ല് കൊണ്ടുവരുന്നു. പക്ഷെ അത് പാസ്സാക്കിയെടുക്കാൻ സാധിച്ചില്ല. ഭരണകക്ഷിയിലുള്ളവരുടെ തന്നെ എതിർപ്പ്, മറ്റ് നാനാ മേഖലകളിൽ നിന്നുണ്ടായ പ്രതിഷേധം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദേവഗൌഡയ്ക്ക് ഈ ബില്ല് അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാനോ പാസ്സാക്കിയെടുക്കാനോ നടപ്പാക്കാനോ സാധിച്ചില്ല. അതിനുശേഷം 5 തവണ കൂടി ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും പാസ്സാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. പിന്നീട് 2010 കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA രാജ്യം ഭരിക്കുന്ന സമയത്ത് രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാക്കി, അംഗീകരിച്ചു. പക്ഷെ ഭരണമുന്നണിയിൽ നിന്നടക്കം വലിയ ശക്തമായ പ്രതിഷേധമുണ്ടായപ്പോൾ അത് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോലും സാധിച്ചില്ല. അന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റായ സോണിയാഗാന്ധി പറയുമായിരുന്നു, ഇതെന്തെങ്കിലും അംഗീകരിച്ചേ പറ്റൂ, വനിതകളുടെ ഈ സംവരണം അത് കോൺഗ്രസിന്റെ DNA ഉള്ളതാണ് എന്ന്. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. BJPയുടെയും കൂടെ ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെയാണ് 2010 രാജ്യസഭയിലെ ഈ ബില്ല് പാസ്സായത്. പക്ഷെ പിന്നീട് അവിടെ കോൾഡ് സ്റ്റോറേജിൽ ഇരുന്നുപോയി. 2023 BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അപ്പോഴേക്കും ഇത് സംബന്ധിച്ച ചർച്ചകളിലൊക്കെ വലിയ കാര്യമായ മാറ്റങ്ങൾ വന്നിരുന്നു. അതുവരെ ഈ ബില്ലിനെ എതിർത്തുകൊണ്ടിരുന്നവരിൽ വളരെ പ്രധാനികൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബീഹാറിലെ മുഖ്യമന്ത്രി പദം ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPക്ക് ഒരു സ്വർണ്ണ തളികയിൽ സമ്മാനിച്ച നിതീഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന JDU ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ള സമാജ്വാദി പാർട്ടി, RJD ഇവരൊക്കെ അന്നതിനെ എതിർത്തതാണ്. അവരന്നതിനൊരു ന്യായം പറഞ്ഞത്, ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഈ 33% കോട്ടയിൽ പട്ടികജാതി പട്ടിക വർഗക്കാർക്ക് വേണ്ടി മറ്റൊരു കോട്ട കൂടെ ഉണ്ടാക്കണം എന്ന വാദമാണ് ഉന്നയിച്ചിരുന്നത്. കോൺഗ്രസിനും അതിനോട് യോജിപ്പായിരുന്നു. പക്ഷെ അത് അംഗീകരിക്കാൻ മറ്റുള്ളവരെ തയ്യാറായില്ല. ഈ ഒരു കാരണം പറഞ്ഞാണ് ഈ ബില്ല് പാർലമെന്റിന്റെ 2 സഭകളിലും ഒരുപോലെ അംഗീകരിക്കാൻ സാധിക്കാതെ പോയത്. പക്ഷെ 2023 പറഞ്ഞല്ലോ, BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ബില്ല് ലോക്സഭയിലും പാസ്സാക്കി, രാജ്യസഭയിലും പാസ്സാക്കി. ഇത് ഭരണഘടനാ ഭേദഗതി നിയമമായതുകൊണ്ട് 3/2 ഭൂരിപക്ഷത്തോടു കൂടിയാണ് പാസ്സാക്കിയത്. രാജ്യസഭയിൽ ഏകകണ്ഠമായിട്ടാണ് പാസ്സാക്കിയത്. അതുപോലെ തന്നെ ലോക്സഭയിൽ 543 2 അംഗങ്ങൾ മാത്രമാണ് ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്തത്. 2023 സെപ്റ്റംബറിൽ ഈ നിയമം പാസ്സായതാ. ഇപ്പോഴും വലിയത് അംഗീകരിക്കുന്നത്. പക്ഷെ അന്ന് ഈ ബില്ലിൽ ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതായത് 2027 ഇനി ഈ രാജ്യത്ത് സെൻസസ് നടക്കാൻ പോവുകയാണ്. ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ 2028 ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം നടക്കണം. അതുകൂടെ കഴിഞ്ഞതിന് ശേഷം 2034 തെരഞ്ഞെടുപ്പിലായിരിക്കും ഇത് നടപ്പാക്കുക. അതായത് ഈ ബില്ലിലെ വ്യവസ്ഥ. അന്ന് കോൺഗ്രസ് അതിനെ ശക്തമായിട്ട് എതിർത്തതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇടതുപക്ഷ കക്ഷികളും അതിനോട് ചേർന്ന് നിന്നതാണ്. അവര് പറഞ്ഞത് ഈ 2034 ഇത് നീട്ടിക്കൊണ്ട് പോകണ്ട, ഇപ്പോൾ തന്നെ നടപ്പാക്കാം. അതായത് 2011 സെൻസസ് അനുസരിച്ച് മണ്ഡലങ്ങളെ പുനർനിർണയിക്കുക,
അത് കഴിഞ്ഞിട്ട് 2027 സെൻസസ് വരുമ്പോൾ അതനുസരിച്ച് വീണ്ടും മണ്ഡലങ്ങൾ പുനർനിർണയിക്കാം. പക്ഷേ ഈ വനിതകളുടെ സംവരണം എന്നുള്ളത് ഇപ്പോൾ തന്നെ നടപ്പാക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അവരതനുസരിച്ചുള്ള ഭേദഗതികൾ കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും അംഗീകരിച്ചില്ല. മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് 2027 സെൻസസ്, അതനുസരിച്ച് 2028 മണ്ഡല പുനർനിർണയം, പിന്നെ 2034 തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം. അതായിരുന്നു പാസ്സാക്കിയ ബില്ലിലുണ്ടായിരുന്ന വ്യവസ്ഥ. അവർ തന്നെ പാസ്സാക്കിയതാ, BJP സർക്കാർ കൊണ്ടുവന്നതാ. പിന്നെന്തിനാണ് ഈ തിടുക്കമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വേണമെങ്കിൽ ഗവൺമെന്റിന് ഒരു കാര്യം ചെയ്യാമായിരുന്നു. 543 ലോക്സഭയിലെ അംഗസംഖ്യ, അതിന്റെ 33% സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുക. അത് ഈ 2029 തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കാൻ സാധിക്കും. അതിനുശേഷം പുതിയ സെൻസസ് നടന്നതിന് ശേഷം മണ്ഡലങ്ങളെ പുനർനിർണയിക്കാം. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് സ്ത്രീകളുടെ സംവരണം വഴി കിട്ടുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിലും വർധനവ് വരുത്താം. അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ എന്തുകൊണ്ട് ഇപ്പോൾ വളരെ തിടുക്കത്തിൽ പറഞ്ഞല്ലോ, ശീതകാല സമ്മേളനം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, പെട്ടെന്ന് വീണ്ടും സഭ വിളിച്ചു ചേർത്തിട്ട് എന്തുകൊണ്ട് ഈ പുതിയ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കണം? അതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ ഭേദഗതി നിയമം ഇങ്ങനെ തിരക്ക് പിടിച്ചു കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള BJPയുടെ രാഷ്ട്രീയ കുതന്ത്രം മനസ്സിലാക്കുക. 2029 ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പക്ഷേ BJP ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും അവരുടെ പിന്തുണ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം BJPക്ക് ലഭിച്ചില്ല. 2 ഘടകകക്ഷികളുടെ TDPയുടെയും JDUവിന്റെയും സഹായത്തോടെ അവരുടെ പിന്തുണയോടെയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2029 ആകുമ്പോൾ സ്ഥിതി എന്താണ് എന്ന് അറിഞ്ഞുകൂടാ. BJPക്കെതിരായിട്ട്, അവരുടെ സർക്കാരിനെതിരായിട്ട്, അവരുടെ ഭരണ രീതികൾക്കെതിരായിട്ട് ആഭ്യന്തര രംഗത്തും വിദേശ രംഗത്തും നയതന്ത്ര രംഗത്തും ഒക്കെ ഈ സർക്കാരിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകൾക്കെതിരായിട്ട് വലിയ വികാരം രാജ്യത്ത് പടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാലിനടിയിലെ മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുകയാണെന്ന് വരെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് 2029 തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ വിജയം ഉറപ്പാക്കാൻ പറ്റുമെന്ന് അവർ കരുതുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർക്ക് സ്വാധീനമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അതിനവര് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു തന്ത്രം, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ പുനർനിർണയം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം വളരെ ഫലപ്രദമായി നടപ്പാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പുതിയ പുനർനിർണയം വരുമ്പോൾ സീറ്റുകളുടെ എണ്ണം കാര്യമായിട്ട് വർദ്ധിക്കുകയില്ല. അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തോതിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ 850 സീറ്റുകൾ വരെ എത്തിക്കുക. അതുവഴി ഉത്തരേന്ത്യയിൽ ലഭിക്കുന്ന അധിക സീറ്റുകളിൽ വിജയിച്ചുകൊണ്ട് 2029 വീണ്ടും അധികാരത്തിൽ വരാമെന്നാണ് അവര് കണക്ക് കൂട്ടുന്നത്. പക്ഷെ അത്തരത്തിലൊരു നിയമ ഭേദഗതി ബില്ല്, അതായത് 2027 പുതിയ സെൻസസ് നടക്കാനിരിക്കെ അതിന് മുമ്പായിട്ട് തിടുക്കത്തിൽ ഇത്തരത്തില് മണ്ഡല പുനർനിർണയം നടത്തുന്നതിനുള്ള ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവരുമ്പോൾ ധാരാളം ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയേണ്ടി വരും. അതൊക്കെ അത്ര സുഖകരമായ ചോദ്യങ്ങളുമല്ല. അതിന് മറുപടി പറയുന്നത് സുഖകരമായ ഒരു കാര്യവുമല്ല. അതിനാണ് ഇപ്പോൾ ഈ സ്ത്രീ സംവരണം എന്ന് പറയുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, രാജ്യം താല്പര്യത്തോടെ കാത്തിരിക്കുന്ന, പ്രത്യേകിച്ച് വനിതകൾ താല്പര്യത്തോടെ പ്രതീക്ഷിക്കുന്ന വനിതാ സംവരണം എന്ന് പറയുന്ന ആ വിഷയത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അതിന്റെ മറവിൽ, അതിന്റെ പിന്നിൽ ഈ മണ്ഡല പുനർനിർണയം കൂടെ ചേർത്തുകൊണ്ട് ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നതിന് BJP ആഗ്രഹിക്കുന്നത്. അതാണ് അവരുടെ തന്ത്രം. അവർക്ക് സ്ത്രീ സംവരണമല്ല പ്രശ്നം. അതേസമയം അവര് ആഗ്രഹിക്കുന്നതും കാക്ഷിക്കുന്നതും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാവുക, അവിടെയൊക്കെ ജയിച്ച് വീണ്ടും അധികാരത്തിൽ വരിക. അപ്പൊ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാധാന്യവും അവരുടെ പ്രാതിനിധ്യവും ഒക്കെ വലിയ തോതിൽ കുറയുന്ന ഒരു സാഹചര്യമായിരിക്കും ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുക. മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിന് തൊട്ടു മുമ്പ്, അതാണ് ഈ തിടുക്കം എന്ന് പറയുന്നത്. പറഞ്ഞില്ലേ, ഈ സംസ്ഥാനങ്ങളിലെ MP-മാരൊക്കെ അവിടെ പ്രചാരണ രംഗത്താണ്. ഈ സംസ്ഥാനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന്റെയും DMK-യുടെയും കോൺഗ്രസിന്റെയും MP-മാർക്ക് നാളെ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കണമെങ്കിൽ അവരുടെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉപേക്ഷിക്കേണ്ടി വരും. ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ MP-മാരെ കൊണ്ട് എത്തിച്ചിരിക്കുക, BJP എതിരെ MP-മാരെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ബില്ല്, ഈ ഭേദഗതി ബില്ല് പാസ്സാകണമെങ്കിൽ, ഇതൊരു ഭരണഘടനാ ഭേദഗതി ബില്ല, അത്
ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാകണമെങ്കിൽ BJPക്കോ അല്ലെങ്കിൽ NDAക്കോ ഇപ്പോഴുള്ള അംഗബലം കൊണ്ട്, പാർലമെന്റിലുള്ള അംഗബലം കൊണ്ട് നടക്കുകയില്ല. അത് അംഗീകരിച്ച് കിട്ടുന്നതിന് 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. അതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷം കിട്ടുന്നതിന് 360 അംഗങ്ങളുടെ പിന്തുണ വേണം. പക്ഷേ NDAക്ക് 293 പേർ മാത്രമാണ് ഉള്ളത്. അതുപോലെയാണ് രാജ്യസഭ. രാജ്യസഭയിലെ 2/3 ഭൂരിപക്ഷം എന്ന് പറയുന്നത് 163 പക്ഷെ NDAക്ക് 141 അംഗങ്ങൾ മാത്രമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ കക്ഷികള് ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ അവരിന്ന് അവരുടെ സമ്മേളനം കൂടുന്നുണ്ട്. അവിടെ വെച്ചൊരു തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവര് ഈ ബില്ലിനെ, അതായത് അവരാരും വനിതാ സംവരണത്തെ എതിർക്കുന്നവരല്ല, തുടക്കം മുതലേ ശക്തമായിട്ട് തന്നെ അനുകൂലിക്കുന്നവരാ, പ്രത്യേകിച്ച് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളുമൊക്കെ. പക്ഷെ ഈ വനിതാ സംവരണത്തെ മണ്ഡല പുനർനിർണയവുമായി ഘടിപ്പിച്ചുകൊണ്ട്, ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിനോട് അവർക്ക് എതിർപ്പുണ്ട്. അതും ജനസംഖ്യാടിസ്ഥാനത്തിൽ പ്രാതിനിധ്യ സ്വഭാവമില്ലാതെ മണ്ഡലങ്ങളെ പുനർനിർണയിക്കുന്നതിനോട് അവർക്ക് എതിർപ്പാണ്. സോണിയാഗാന്ധി ഹിന്ദു ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലും മറ്റും അത് കൃത്യമായിട്ട് വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അവർ ഈ ഭേദഗതി ബില്ലിനെ എതിർക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഭേദഗതി പാസ്സാകത്തില്ല. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ BJPക്ക് പറയാം, അവിടുത്തെ സ്ത്രീകളോട് പറയാം, നോക്കൂ, ഞങ്ങള് ഈ വനിതാ ഭേദഗതി ബില്ല് പാസ്സാക്കാനാവുന്നത് ശ്രമിച്ചതാ, പക്ഷെ പ്രതിപക്ഷം അതിനെ എതിർത്തു, അത് അട്ടിമറിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്കത് നടപ്പാക്കാൻ സാധിച്ചില്ല. അതുവഴി സ്ത്രീകളുടെ പിന്തുണ, വോട്ട് നേടിക്കൊണ്ട് കുറഞ്ഞപക്ഷം ഇപ്പോൾ ഈ മണ്ഡല പുനർനിർണയം നടന്നില്ലെങ്കിലും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് വിജയം കൊയ്യാമെന്നുള്ളൊരു ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ BJPക്കുള്ളത്. ഈ ബില്ല് പാസ്സായാലും ഇല്ലെങ്കിലും അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൻതോതിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടുകയും ദക്ഷിണേന്ത്യയിൽ അത് ഉണ്ടാവാതിരിക്കുകയും ചെയ്താൽ, അതാണ് ഞാൻ പറഞ്ഞത്, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്ന്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. തമിഴ്നാടിന് ദോഷകരമായ രീതിയിൽ വടക്കേ ഇന്ത്യയെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ടാണ് നടപ്പാക്കുന്നതെങ്കിൽ ഞങ്ങൾ ജനങ്ങളെ തെരുവിലിറക്കി അതിൽ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. അതിശക്തമായ പ്രതിഷേധം ഉണ്ടാവും, അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ് എന്നും പറഞ്ഞു. ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രതിപക്ഷത്തെ കൂടെ വിശ്വാസത്തിലെടുക്കാൻ ഭരണകക്ഷികൾ തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെയാണ് പണ്ടൊക്കെ സംഭവിച്ചിട്ടുള്ളത്, അതിന് അപവാദമില്ലെന്നില്ല. പക്ഷെ ഇവിടെ വളരെ തിടുക്കപ്പെട്ട് ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുന്നതിന് സഭ ചേരുകയാണ്. നേരത്തെ ഒരു സർവകക്ഷി യോഗം ചേരാമായിരുന്നു, അതിന് തയ്യാറായില്ല. എന്തിന്? ഈ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിന്റെ വിശദാംശങ്ങൾ പോലും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് മുൻകൂട്ടി കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ആലോചിക്കേണ്ട കാര്യമാണ്.